ഇന്ന് നമുക്ക് ഒരു ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ചമ്മന്തിയാണ്. കാര്യം എന്ന് വെച്ചാല് ചപ്പാത്തിക്കോ അല്ലെങ്കിൽ ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാവുന്ന ഒരു ചമ്മന്തി. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ചമ്മന്തി കാണിച്ചു തരാവേ. ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇന്ന് എനിക്ക് ഇഡലിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ അതാ ഇന്ന് കുറച്ച് ആൾക്കാരുടെ വീട്ടിൽ അതിനൊരു 10-25 ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു കുഞ്ഞി കഷ്ണം വാളംപുളിയാണ്, ഇച്ചിരി കറിവേപ്പില ഇട്ടു, പിന്നെ ഇതാ എരിവിന് ആവശ്യത്തിനുള്ള കാശ്മീരി മുളക് പൊടി, കുറച്ച് വെളിച്ചെണ്ണ. ഇത്രയൊക്കെ തന്നെയുള്ള. ആദ്യം തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഈ ചെറിയുള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴച്ചാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. സ്റ്റൗവൊക്കെ ഓഫ് ചെയ്തേക്കാതെ. നമ്മുടെ ചെറിയുള്ളി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയും ഈ എണ്ണ കളയരുത്. ഈ എണ്ണ നമുക്ക് ആവശ്യമുണ്ട്. ഇതിലേക്ക് തന്നെ ചേർക്കാനുണ്ട്. ചൂടോടെ തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തേ. അതുപോലെ തന്നെ ഒരു കഷ്ണം വാളംപുളി, പിന്നെ ഒരു ഇച്ചിരി കറിവേപ്പില. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒരു ഒറ്റ കറക്കിറക്കിയിട്ട് വരാവേ. ആവശ്യമുള്ള ഉപ്പ് ചേർക്കണേ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാവേ. കുറച്ച് എണ്ണ ബാക്കിയില്ലേ, ഒരു ലേശ എണ്ണ എടുത്ത് അതിന്റെ പുറത്തോട്ടൊന്ന് ഒഴിക്കാവേ. ചൂടെണ്ണ. ഇത്ര പരിപാടി കണ്ട. നമുക്ക് വീട്ടിൽ കുറച്ച് മതിയതുകൊണ്ടാ കുറച്ച് ചെറിയുള്ളി എടുത്തേ. നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അതിനനുസരിച്ച് കൂട്ടാൻ പരുവത്തിൽ ചെറിയുള്ളി എടുക്കണം കേട്ടോ. അടിപൊളി ഒരു ഉള്ളിച്ചമ്മന്തി ഇവിടെ റെഡിയായി. അപ്പൊ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പൊ പുതിയൊരു വീഡിയോ കിട്ടാൻ വരുന്നതായിരിക്കും. ബൈ.